മഞ്ചേരിയുടെ ഗതാഗത പ്രശ്നം തന്നെയാണ്. ഇതിലുള്ള ഫുട്പാത്ത് നവീകരണം, രജു കൺസൾട്ടൻസി നമ്മൾ ഇതിലുള്ള ഒരു പദ്ധതി, ഓപ്പൺ ജിം, കുടിവെള്ള പദ്ധതി നമ്മൾ അവിടെ കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവകാലമാണ്. സ്ഥാനാർത്ഥികൾ എല്ലാവരും നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ച് നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവരുടെ മനസ്സിലെ മഞ്ചേരിയെക്കുറിച്ച്, എന്താണ് മഞ്ചേരിയുടെ ഭാവിയെക്കുറിച്ച് നമുക്കിന്ന് ചോദിച്ചു നോക്കാം. വളരെ റാൻഡം ആയിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ്സിനോട് അവർ ആവിഷ്കരിക്കാൻ പോകുന്ന ഒരു 3 പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ചോദിച്ചറിയാം. വരൂ. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡ് ചെട്ടിയങ്ങാടിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഇപ്രാവശ്യം മഞ്ചേരിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. മഞ്ചേരിക്കാർ മുഴുവൻ ഈ UDFൻ്റെ ഭരണസമിതിയുടെ അഴിമതി നിറഞ്ഞ ഭരണം തൂത്തെറിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മഞ്ചേരിയിലെ വിദ്യാർത്ഥികളും ജനങ്ങളും അനുഭവിക്കുന്ന യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. ഞങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, നമ്മളെ കുട്ടികൾ പലരും ക്ലാസ്സിൽ നേരം വൈകി വരുന്നു, വീട്ടിൽ സമയത്തിന് തിരിച്ചെത്തുന്നില്ല. അതിന് പ്രധാന കാരണം മഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കാണ്. അത് പരിഹരിക്കുന്ന നല്ല ട്രാഫിക് സംവിധാനങ്ങളും വീതിയേറിയ റോഡുകളൊക്കെയാണ് LDFൻ്റെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന ഇനം. മറ്റൊന്ന്, മഞ്ചേരിയിലൂടെ ഒഴുകുന്ന ചാലിക്കത്തോട്, വിഷമയമായ മാലിന്യമായിട്ടുള്ള ആ തോട് മഞ്ചേരിയിലെ എല്ലാ നഗരങ്ങളിലെ എല്ലാ മാലിന്യവും പേറിയാണ് അത് ഒഴുകുന്നത്. അതിനെ പഴയ പ്രതാപത്തിൽ നല്ല തെളിനീരൊഴുകുന്ന ഒരു തോടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. അവിടെ ഇപ്പോൾ രാത്രികളിലൊക്കെ കക്കൂസ് മാലിന്യം തള്ളുന്ന പ്രവണതയാണ് കാണുന്നത്. ഞങ്ങളൊക്കെ പലവട്ടം അതിനുവേണ്ടി പരാതികൾ കൊടുത്താണ് അത് തടയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞങ്ങൾ ആ തോടിനെ മാലിന്യ വിമുക്തമാക്കുമെന്നും നല്ല കുടിവെള്ളവും ജലസ്രോതസ്സും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമെന്നും ഉറപ്പ് നൽകുകയാണ്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഭരണസമിതി കുറേ കാലമായിട്ട് അലംഭാവം കാട്ടിയ അമൃത് 2 പദ്ധതി നടപ്പിലാക്കുകയും എല്ലാ ഉയർന്ന പ്രദേശങ്ങളിലേക്കും, പ്രത്യേകിച്ച് നരകര വില്ലേജിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് മുന്തിയ പരിഗണന നൽകുമെന്നും പറയുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നതോടുകൂടി സമഗ്രമായ മഞ്ചേരിയുടെ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. എൻ്റെ 10-ാം വാർഡ് കോഴിക്കാട്ട് കുന്നിൽ എൻ്റെ വലിയ സ്വപ്നം എന്ന് പറയുന്നത്, വളർന്നു വരുന്ന പുതിയ തലമുറയുണ്ട്, പെൺകുട്ടികളടക്കമുള്ള ആളുകൾ. ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ സ്പേസ് ടെക്നോളജിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അത്ര വിഷനുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും മുന്നേറ്റത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു എഡ്യു പാർക്ക് അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള എഡ്യു കൺസൾട്ടൻസി നമ്മൾ തുടങ്ങാനും, അതോടൊപ്പം വയോജനങ്ങൾക്ക്, വൃദ്ധരായ ആളുകൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം. അവരെ നമ്മൾ പരിഗണിക്കണം. അവരെ പരിഗണിച്ചുകൊണ്ട് അവരുടെ പെൻഷനാണെങ്കിലും അവരുടെ ആതുര ശുശ്രൂഷ രംഗത്തെ കാര്യങ്ങളാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയും, അതോടൊപ്പം മേലാക്കം കോഴിക്കാട് കുന്ന് പ്രദേശം നേരിടുന്ന വഴികളാണെങ്കിലും അതുപോലെ കുടിവെള്ളമാണെങ്കിലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, ഒരു വലിയ മെഗാ പ്രൊജക്റ്റ് തന്നെ MP-മാരുടെയും മറ്റും സഹായത്തോടു കൂടി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം, നല്ല വായു, നല്ല അന്തരീക്ഷം, അതുപോലെ എല്ലാ മനുഷ്യരും ഒന്നായി ചേർന്നുകൊണ്ട് ഐക്യത്തോടു കൂടി ജീവിക്കുന്ന നല്ലൊരു പ്രദേശമായിട്ട്, ഒരു ഡ്രീം പ്ലേസ് ആയിട്ട് കോഴിക്കാട് കുന്നിനെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.